ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ ബാഗ് മേക്കിംഗ് മെറ്റീരിയൽസ്, നമ്മുടെ ബീഡ്സ് കൂടി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ബീഡ്സിൻ്റെ ബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ബാഗ് ചെയ്യാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ വർക്ക്ഷോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓഗസ്റ്റിലാണ് ഫസ്റ്റ് ബാച്ച് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതിൻ്റെ നമ്മുടെ മേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഫീയും കൂടെ 1000 റുപ്പീസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം. ക്ലാസ് മാത്രമായിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണെന്നുള്ളതും വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോർമലി ഇപ്പോൾ ഒരു ബീഡ്സിൻ്റെ ബാഗ് ചെയ്യുന്ന സമയത്ത് ഒരു 6mm ബീഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ 6mm ബീഡ്സൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു 8mm ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ടൈം എടുക്കും അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്താ പറയുക, 6mm ആകുമ്പോൾ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് അതിലും കൂടും. കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷേ നോർമലി നമ്മൾ ബാഗ് ചെയ്യുമ്പോൾ 8mm അല്ലെങ്കിൽ 10mm ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് സിംഗിൾ മെറ്റീരിയൽസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ മെറ്റീരിയൽസ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതെല്ലാം നമ്മൾ കിറ്റ് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കളക്ഷൻ ഇറക്കിയിട്ടില്ല. എന്താ പറയുക, കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ ക്ലാസ്സിന് ആവശ്യമുള്ള മെറ്റീരിയൽസാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. ബാഗിൻ്റെ കുറച്ചുകൂടി ഐറ്റംസ് എത്താനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു 8mm സൈസിൽ വരുന്ന ഈ ഒരു ടൈപ്പ് ബീഡ്. ഇത് ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന ബീഡാണ്. ഒറിജിനൽ ക്രിസ്റ്റൽ ബീഡല്ല കേട്ടോ. പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് ബീഡ്സ്, ഹെയർ ബോ ജ്വല്ലറി ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഈ ഒരു 8mm ഈ ഒരു ഷേപ്പിൽ വരുന്ന ബീഡാണ് കേട്ടോ. ടയർ ഷേപ്പ് അല്ല, ബൈക്കൺ ഷേപ്പും അല്ലാതെ ഇങ്ങനെ കുറച്ച് നീണ്ടിട്ട് വരുന്നൊരു ടൈപ്പ് ഓഫ് ബീഡ്സാണ്. ഇത് ½ kg പാക്കറ്റ്സ് ആയിട്ട് ഇങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വന്നില്ല നമ്മുടെ ടയർ ക്രിസ്റ്റൽ ഉണ്ടല്ലോ. ടയർ ക്രിസ്റ്റലിൽ ഈ ഒരു ടൈപ്പ് ടയർ നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒരു ടൈപ്പ് ക്രിസ്റ്റലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പിങ്ക് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാഗ് ചെയ്യാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു മെറ്റീരിയൽസാണ് ഇത്. ഇത്രയും ഐറ്റംസ്. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ബീഡ്സ് ബാഗിൻ്റെ ചെയിൻ. ഇത് നമ്മൾ എന്താ പറയുക, മീറ്ററായിട്ട് അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾ കിറ്റായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് അപ്രോക്സിമേറ്റ്ലി ഒരു 3/4 മീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്കൊരു ബാഗ് ചെയ്യാനാവും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇത് പ്യുവർ ഗോൾഡ് അല്ല. ഒരു പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവാത്ത ടൈപ്പ് ഒരു ഡസ്കി അല്ലെങ്കിൽ റോസ് ഗോൾഡും അല്ല, അങ്ങനെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഗോൾഡല്ല. നമ്മുടെ നോർമലി കുറച്ച് പ്രീമിയം ക്വാളിറ്റി ബാഗ്സിലൊക്കെ ഉണ്ടാകുന്ന പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി, ഇങ്ങനെ വലിച്ചാൽ പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് ചെയിൻ അല്ല. നമുക്ക് അങ്ങനത്തെ ചെയിൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ചെയിനിന് ഓർഡർ കൊടുക്കുമ്പോൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, നമ്മൾ റേറ്റ് കുറവിൻ്റെ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് തൂങ്ങിക്കഴിയുമ്പോൾ ആ ചെയിന് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകുന്നുള്ളത്. പക്ഷേ ഇത് കുറച്ചുകൂടി സ്റ്റേഡി ആയിട്ടുള്ള നല്ല ബലമുള്ള ടൈപ്പ് ചെയിനാണ് കേട്ടോ. കട്ടിങ് പ്ലെയർ വെച്ചിട്ട് നിങ്ങൾ ടൂൾസ് വെച്ചിട്ട് ഇങ്ങനെ അകത്തി കൊടുക്കേണ്ടി വരും, ഈ ഒരു കണ്ണി അകത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാഗ് ചെയ്യേണ്ടത്. അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു ഐറ്റം ഇല്ലെങ്കിലും ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബാഗ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഈ ഒരു ഐറ്റം കണ്ടോ, നമുക്കിത് ഈ ഒരു ഐറ്റം കണ്ടോ, ഈ ഒരു മാഗ്നറ്റിൻ്റെ ലോക്ക്. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടാവും തോന്നുന്നു. ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാത്തത്. ഈ ഒരു മാഗ്നറ്റിൻ്റെ നല്ല ക്വാളിറ്റി വരുന്ന ഐറ്റം ലോക്കാണ് കേട്ടോ. ഇത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലോക്കാവും. ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്യും ക്ലാസ്സിൽ. ഈ ഒരു മാഗ്നറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ചെയിനും കണക്ടറൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഏതൊരു ടൈപ്പ് ബാഗും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വന്നിട്ടുള്ളൊരു ഐറ്റം ഇതുപോലെ വരുന്ന കണക്റ്റിംഗ് റിങ്ങുകളാണ് കേട്ടോ. കണക്റ്റിംഗ് റിങ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്തിട്ട് എന്താ പറയുക, ബാഗിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെതറിൻ്റെ ഹാങ്ങിങ്സോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ചാംസ് ഹാങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. രണ്ട് സൈഡ് ഈ ഒരു ചെയിന് ഹാങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് യൂസുകളുണ്ട്. ഈ ഒരു ടൈപ്പ് ക്ലാസ്പിന് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വരിക. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, അങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് മെയിൻലി ബാഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊരു കിറ്റായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് വരും എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഫിഷിംഗ് വയർ എന്ന് പറയുന്നത്. ഇത് 50 മീറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക കേട്ടോ. ഇത് പെർ മീറ്റർ 1 റുപ്പീസാണ് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 50 മീറ്റർ ഒരു റോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ബാഗ് വയ്ക്കാൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള റേറ്റാണ് ഇത് കേട്ടോ.
ഈ കാണുന്ന ഐറ്റംസാണ് ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക. ഫസ്റ്റ് വരുന്നത് 8mm ഈ ഒരു ഒപ്പാക് ടൈപ്പ് ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബാഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ചെയിൻ ഉണ്ടല്ലോ, ഈ ഒരു ചെയിൻ ഉണ്ടാവും. പിന്നെ വരുന്നത് ഈ ഒരു 2 ടൈപ്പ് ഓഫ് ലോക്സ് ഉണ്ടാവും. 2 ടൈപ്പ് അല്ല, ഒരു ടൈപ്പിൻ്റെ 2 പീസ് ലോക്സ് ഉണ്ടാവും. പിന്നെ ഈ ഒരു മാഗ്നറ്റിക് ലോക്ക് ഉണ്ടാവും. ഇത് അതിൻ്റെ കണക്ടറാണ് കേട്ടോ. ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ 50 മീറ്ററിൻ്റെ ഈ ഒരു ഫിഷിംഗ് വയറിൻ്റെ റോളാണ് ഉണ്ടാവുക. മെയിനായിട്ട് നമുക്ക് ബീഡ്സ് ബാഗ് ചെയ്യാൻ ഇതാണ് ആവശ്യം. പിന്നെ നമ്മളതിൻ്റെ ഇന്നർ പോർഷൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റിൻ ക്ലോത്തുകൾ ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസുള്ള ഈ ഒരു കിറ്റിന് റേറ്റ് വരുന്നത് 850 രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത്. ഇൻസൈഡ് ഇന്ത്യ കേട്ടോ. ഇന്ത്യക്കകത്ത് നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും 850 രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് 1000 റുപ്പീസ് മാത്രമേ വരുന്നത്, ഇൻക്ലൂഡിങ് ദിസ് മെറ്റീരിയൽസ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 499 റുപ്പീസാണ് ക്ലാസ്സിൻ്റെ ഫീ ആയിട്ട് വരും കേട്ടോ. ഒരു ടൈപ്പ് ഓഫ് ബാഗാണ് നമ്മൾ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഇത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ വേറെ ബീഡ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് തന്നെ അത് ഉപയോഗിച്ച് ഒരെണ്ണം ഈ ഒരു ചെയിൻ വെച്ച് ചെയ്യാം, ഒരെണ്ണം ഈ ഒരു മാഗ്നറ്റിക് ലോക്ക് വെച്ച് ചെയ്യാം, ഒരെണ്ണം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്പ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ബാഗ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ ടൂൾസ് ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഐറ്റംസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. താങ്ക്